എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിന് 2 ആഴ്ച സാവകാശം അനുവദിച്ച ഹൈക്കോടതി കുടിയൊഴിപ്പിക്കണമെന്ന വിധി നടപ്പിലാക്കുകയല്ലാതെ സർക്കാരിന് മറ്റു മാർഗമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിധി നടപ്പിലാക്കാൻ 2 ആഴ്ച സമയം അനുവദിച്ച സാഹചര്യത്തിൽ സമരം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി സമരസമിതി അറിയിച്ചു. കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കാൻ അനുവദിക്കില്ലെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. മലയിടം തുരുത്ത് പാര്യത്തുകാവിലെ കുടിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ എസ് പി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ. 8 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കണമെന്ന വിധി നടപ്പാക്കുകയല്ലാതെ സർക്കാരിന് മറ്റു മാർഗമില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. വിഷയത്തിൽ 2 ആഴ്ചത്തെ സാവകാശം ആവശ്യപ്പെടുകയും ചെയ്തു. കോടതി 2 ആഴ്ചത്തെ സാവകാശം മറ്റു നടപടികൾക്ക് എടുക്കുന്നതിന് നൽകിയിട്ടുണ്ട്. ഈ 2 ആഴ്ചക്കകം ഭരണകൂടം അവിടെ താമസിക്കുന്ന 7 കുടുംബങ്ങൾക്ക് അനുകൂലമായ ആ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള ഏത് തീരുമാനവും എടുക്കാൻ ഏതറ്റവും വരെ പോകും എന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഗവൺമെന്റ് അപ്രകാരം പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുമുണ്ട്. കുടിയൊഴിപ്പിക്കലിൽ സാങ്കേതികത പറയാതെ കോടതി വിധിയെ സർക്കാർ അനുസരിക്കുകയാണ് വേണ്ടത്. കോടതി വിധി സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. തർക്കഭൂമിയിൽ താമസിക്കുന്നവർക്ക് നിയമപരമായ അവകാശമുണ്ടാകണം. ഭൂമിയുടെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ താമസക്കാർ നിയമവഴി തേടിയിട്ടില്ലെന്നും കോടതിയെ സമീപിക്കാത്തിടത്തോളം കുടിയൊഴിപ്പിക്കുന്നത് തടയാനാവില്ലെന്നും ജസ്റ്റിസ് TR രവി നിരീക്ഷിച്ചു. അതേസമയം പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ മുത്തങ്ങയുടെ മിനിപ്പതിപ്പാണ് നടന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. പാര്യത്തുകാവിലെ ജനങ്ങളെ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കാൻ അനുവദിക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. UDF അധികാരത്തിൽ വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ 3-ാമത്തെ ദിവസമാണല്ലോ ഇവിടെ മുത്തങ്ങയുടെ പുതിയ സാമ്പിൾ, ഒരു കുട്ടി രൂപം മുത്തങ്ങയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരെയും അടിച്ച് അതിശക്തിയായ കടന്നാക്രമണത്തിന് വിധേയപ്പെടുത്തിയ ആ സന്ദർഭം, ആ രീതി, അതിലൊരു മിനി പതിപ്പ് ഇവിടെ കൊണ്ടുവരാനാണ് പോലീസ് ശ്രമിച്ചത്. ശാക്തമത്തായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് വന്നപ്പോഴാണ് അവർക്ക് ഇവിടുന്ന് തിരിച്ചു പോകേണ്ടി വന്നത്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങൾ തിരിച്ചു വിളിച്ചു. നിങ്ങൾ ആര് തിരിച്ചു വിളിച്ചു എന്നാ? നിങ്ങൾ തിരിച്ചു വിളിച്ചാലും തിരിച്ചു വിളിച്ചില്ലെങ്കിലും ഈ പോരാട്ട ഭൂമിയിൽ നിന്ന് ഈ പാവപ്പെട്ട മനുഷ്യരോടൊപ്പം ഞങ്ങളെല്ലാം ഉറച്ചു നിന്ന് അതിനെ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വിധി നടപ്പാക്കാൻ 2 ആഴ്ച സമയം അനുവദിച്ച സാഹചര്യത്തിൽ സമരം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി സമരസമിതി അറിയിച്ചു. വിഷയത്തിൽ സർക്കാർ ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്നും സമരസമിതി പ്രതികരിച്ചു. 2 ആഴ്ചക്കാലത്തേക്ക് ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തൽക്കാലം സ്വാഗതം ചെയ്യുന്നു. പക്ഷേ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സമരത്തിൽ ഇവിടുത്തെ താമസിക്കുന്ന നിവാസികൾ, കുടുംബാംഗങ്ങൾ, അവരുടെ ഡിമാൻഡ് ഞങ്ങളെ പുറത്തു കടത്തി വിടാൻ കഴിയില്ലെന്ന്, മരിച്ചാലും ശരി ഞങ്ങൾ ഇവിടുന്ന് പോകില്ലെന്നുള്ളു. ആ ഡിമാൻഡിനെ അല്ലെങ്കിൽ ആ ആവശ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുക. അപ്പോൾ അങ്ങനെ വേണ്ടി വരുമ്പോൾ കോടതി 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും വരുമെങ്കിൽ ആ സമരത്തെ കുടിയേറക്കലിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും. അമൃത ന്യൂസ്, കൊച്ചി.